മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഈശോ ദുഷ്പ്രേരണകളെക്കുറിച്ച് നമ്മോട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവിടെ ആ വചനഭാഗം ആരംഭിക്കുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ട്: എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരുകല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും എന്നാണ്. ഈ ചെറിയവരിൽ ഒരുവന് ആരും ദുഷ്പ്രേരണ കൊടുക്കരുത്. ഈ ചെറിയവരിൽ ആരും പാപത്തിലേക്ക് നയിക്കരുത്. തൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ഈശോയുടെ വലിയ കരുതൽ, വലിയ പരിഗണന, സ്നേഹം ഈശോ അവിടെ വെളിപ്പെടുത്തുകയും അത് മറ്റുള്ളവരോട്, തൻ്റെ ദൈവരാജ്യ അനുഭവത്തിന്, പ്രായോഗിക അനുഭവത്തിൽ വെളിയിൽ നിൽക്കുന്നവരോട്, ഇനിയും തൻ്റെ ഭാഗമായി മാറിയിട്ടില്ലാത്ത, ഇടറിയും ചെതറിയും നിൽക്കുന്ന മനുഷ്യജീവിതങ്ങളെ നോക്കി ഈശോ മുന്നറിയിപ്പ് നൽകുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരോട് ഈശോ പറയുകയാണ്, പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. എന്നിട്ട് ഈശോ പറയുക നമ്മളോട്, പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. ഈശോ പറയുക, വളരെ വളരെ നിഷ്ഠയോടുകൂടി ഈശോ പറയുക, നിന്റെ കയ്യോ കാലോ നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളയുക. ഇരു കൈകളും ഇരു കാലുകളും ഉള്ളവനായി നിത്യാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നത്. നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളോടും കൂടെ നരകാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നത്. സ്നേഹമുള്ളവരെ, പാപകാരണങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്, നമ്മുടെ ഉള്ളിലുമുണ്ട് എന്ന് ഈശോ വ്യക്തമായിട്ട് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടത് കാരണമുണ്ട്. പ്രലോഭനങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്ത് വിശുദ്ധിക്ക് പ്രസക്തിയില്ല. പ്രലോഭനങ്ങളും പ്രതിലോമ സാഹചര്യങ്ങളും ആത്മീയ പ്രതിസന്ധികളും ഇല്ലാത്ത ഒരു ലോകത്ത് ഒരു വിശുദ്ധിയോടെ ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിത വിശുദ്ധി വെറും സാഹചര്യങ്ങളുടെ സൃഷ്ടി മാത്രമാണ്. എന്നാൽ പ്രതിലോമ സാഹചര്യങ്ങളോടും ആത്മീയമായ പ്രതിസന്ധികളോടും സ്വന്തം ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളോടും പടവെട്ടി വിശുദ്ധി നേടിയെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധി ദൈവരാജ്യത്തെ സംബന്ധിച്ചും ഈ ലോകത്തെ സംബന്ധിച്ചും പ്രസക്തിയുള്ള ഒരു സംഗതി. അതുകൊണ്ട് ഈശോ കൃത്യമായിട്ട് നമ്മോട് പറയുന്നുണ്ടല്ലോ, യോഹന്നാന്റെ കാലം മുതൽ ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു എന്ന്. യോഹന്നാന്റെ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അതേ കാരണം ബലം പ്രയോഗിച്ച് പടവെട്ടി യുദ്ധം ചെയ്ത് നീ സ്വന്തമാക്കേണ്ടതായ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയാ വിശുദ്ധി എന്ന് പറയുന്നത്. സ്വാഭാവികവും സാഹചര്യത്തിൻ്റെതും ഒക്കെയായ വിപരീത സന്ദർഭങ്ങളോട് ബോധപൂർവം വിട പറഞ്ഞുകൊണ്ടും പാപസാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടും പാപകരമായ പ്രവണതകളെയും പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ടും ഒരു വ്യക്തി നേടിയെടുക്കേണ്ട ഔന്നത്യമ ശ്രേഷ്ഠതയാ വിശുദ്ധി എന്ന് പറയുന്നത്. ഈ വിശുദ്ധിക്ക് വേണ്ടി നീ യുദ്ധം ചെയ്യണം, ഈ വിശുദ്ധിക്ക് വേണ്ടി നീ പടവെട്ടണം, ഈ വിശുദ്ധിക്ക് വേണ്ടി നീ വില കൊടുക്കണം. ഈ വില കൊടുത്ത് വാങ്ങിയ വിശുദ്ധിയാകുന്ന എണ്ണയുമായിട്ട് വേണം
ആ എരിയുന്ന എണ്ണയുടെ വെളിച്ചത്തിൽ വേണം നീ നിൻ്റെ മണവാളനെ എതിരേൽക്കാൻ. ഈ ഒരു അവബോധം സുവിശേഷം നമുക്ക് നൽകുന്നത്, ഈ ഒരു തിരിച്ചറിവ് സുവിശേഷത്തിലൂടെ പരിശുദ്ധാത്മാവ് സമകാലിക ക്രൈസ്തവ സംസ്കാരത്തിന് നൽകുന്ന ഓർമ്മപ്പെടുത്തല. എന്നിട്ട് ഈശോ പറയുകയാ, പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, അതുണ്ടാകും. നിന്റെ അകത്തും നിന്റെ പുറത്തും പ്രലോഭനങ്ങളുണ്ട്. നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാമല്ലോ, യെശയ്യാ പ്രവാചകന്റെ വിളിയുടെ വിവരണം പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവദർശനം ലഭിക്കുന്ന പ്രവാചകന്റെ ആത്മദർശനത്തിൻ്റെ ഒരു വിവരണ വാക്യമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, എന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവന്. എൻ്റെ ഉള്ളിൽ അശുദ്ധിയുണ്ട്, എൻ്റെ ഉള്ളിൽ പാപമുണ്ട്, എൻ്റെ ഉള്ളിൽ അശുദ്ധിയുണ്ട്, എൻ്റെ ഉള്ളിൽ പാപമുണ്ട്. കൂടെ ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യത്തിലാണ് വസിക്കുകയും ചെയ്യുന്നത്. എൻ്റെ ഉള്ളിൽ അശുദ്ധിയുണ്ടെന്ന് മാത്രമല്ല, എനിക്ക് പുറത്തും അശുദ്ധിയുണ്ട്, അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും സംഭവങ്ങളും ഒക്കെ നിന്റെ ചുറ്റിലുമുണ്ട്. കൂടെ പാപത്തിലേക്ക് നയിക്കുന്ന അവയവങ്ങളും ആഗ്രഹങ്ങളും നിന്റെ ഉള്ളിലുമുണ്ട്. ഈ ആന്തരികവും ബാഹ്യവുമായ പാപസാധ്യതകളിൽ നിന്ന് സാധ്യതകളോട് പടവെട്ടി നീ സ്വന്തമാക്കുന്ന ഒരു വിശുദ്ധിയെക്കുറിച്ചാണ് ഈശോ പറഞ്ഞിട്ട് പറയുകയാണ്. എന്താ പറയുന്നത്? നിന്റെ കയ്യോ കാലോ, നിന്റെ ബാഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചല്ല, നിന്റെ ബാഹ്യ സാഹചര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, പാപകരമായ സാഹചര്യങ്ങൾ നിനക്കുണ്ട്. ആ സാഹചര്യങ്ങളിൽ നീ മാറണമെന്ന് മാത്രമല്ല, ഒരുപക്ഷെ നിന്റെ ഏറ്റവും അനിവാര്യമായ, ഏറ്റവും അന്വേഷണീയമായ, ഏറ്റവും അത്യാവശ്യമുള്ളതായ നിന്റെ തന്നെ സത്തയുടെ ഭാഗമായ, നിന്റെ ശരീരത്തിൻ്റെ തന്നെ ഭാഗമായ നിന്റെ കണ്ണോ, നിന്റെ കാതോ, നിന്റെ കാലോ, നിന്റെ കയ്യോ പോലും നിന്റെ ജീവിതത്തിൽ പാപഹേതുവാകുന്നതെങ്കിൽ ഉപേക്ഷിച്ചേ പറ്റും. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും, എത്ര വേദന സഹിച്ചിട്ടാണെങ്കിലും, ചോര ചൊരിഞ്ഞിട്ടാണെങ്കിലും, ശരീരത്തിലോ മനസ്സിലോ ഏതൊക്കെ വേദനകളും സഹനങ്ങളും ഏറ്റെടുത്തിട്ടാണെങ്കിലും ജീവിത വിശുദ്ധിയെ നീ മുറുകെ പിടിക്കണം. ജീവിത വിശുദ്ധിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിലനിർത്തേണ്ടതായി നിന്റെ ജീവിതത്തിൽ യാതൊന്നും ഇല്ല എന്ന് അസന്നിഗ്ധമായി ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ജീവിത വിശുദ്ധിയെ നഷ്ടപ്പെടുത്തിയിട്ട് നിലനിർത്തേണ്ടതായ നന്മകളൊന്നും നിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന്, ജീവിത വിശുദ്ധിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിലനിർത്തേണ്ടതായ യാതൊരു കഴിവുകളും യാതൊരു സാധ്യതകളും യാതൊരു അവസ്ഥയും നിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന്. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും, ഏത് വേദന എടുത്തിട്ടാണെങ്കിലും നീ സ്വന്തമാക്കേണ്ടത് വിശുദ്ധിയെയാണ്, നീ നഷ്ടപ്പെടുത്തേണ്ടത് അശുദ്ധിയെയാണ് എന്ന് ഈശോ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരികയും അതിന് കാരണം എന്താണെന്നും ഈശോ പറയുകയും, നീ 2 കാലുകളും 2 കൈകളും ഉള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇവിടെ ജീവനെന്ന് പറയുന്നത് മരിക്കേണ്ടി വന്നാലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത നിത്യജീവന, മരിക്കേണ്ടി വന്നാലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത, അഥവാ ഈ ശരീരത്തിൻ്റെ ജീവനേക്കാൾ കോടാനുകോടി മടങ്ങ് വിലയുള്ള നിത്യതയെ സംബന്ധിക്കുന്ന ജീവന, ഒരിക്കൽ സ്വന്തമാക്കിയാൽ മാറ്റം അസാധ്യമായ നിത്യതയെ സംബന്ധിക്കുന്ന വിധിനിർണായകമായ ഒരു ചുവടുമാറ്റത്തെക്കുറിച്ചോ നിലപാടെടുക്കലിനെക്കുറിച്ചോ ആണ് ഇവിടെ ഈശോ നമ്മോട് സംസാരിക്കുന്നത്. നിത്യതയെ സംബന്ധിക്കുന്ന,
ഒരിക്കലും മാറ്റം സാധ്യമല്ലാത്ത നിത്യതയുടെ സ്വഭാവം നിർണയിക്കുന്ന നിന്റെ ചുവട് അത് ഈശോയുടെ വലതുവശത്താണ് എങ്കിൽ നിത്യജീവനിലേക്കും, ഈശോയുടെ ഇടതുവശത്താണ് എങ്കിൽ നിത്യനരകത്തിലേക്കും. ആ ജീവനാകട്ടെ നരകമാകട്ടെ അതിലൊരു മാറ്റമില്ല എന്ന് ഈശോ വ്യക്തമായിട്ട് പറയുകയും അതുകൊണ്ട് തന്നെ നീ ലഘുവായിട്ടെടുക്കേണ്ട ഒരു സംഗതിയല്ല നിന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി. നിന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള നിന്റെ നിലപാടാണ് ഒരിക്കലും ഒരു മാറ്റം സാധ്യമല്ലാത്ത നിന്റെ നിത്യതയുടെ സ്വഭാവം നിർണയിക്കുന്നത്. കേവലം നശ്വരവും നൈമിഷികവുമായ ചില ഈ ലോക നന്മകൾക്ക് വേണ്ടി നീ വെച്ചു മാറുന്നതാണോ നിന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി? യേശോവിനെ പറ്റിയ അബദ്ധം ഈ കാലഘട്ടത്തിൽ നിന്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ടോ എന്ന്, ഒരു നേരത്തെ വിശപ്പിൻ്റെ ആശ്വാസത്തിന് വേണ്ടി, ഒരൽപ്പം രുചിയുള്ള ആഹാരത്തിന് വേണ്ടി, ഇന്ദ്രിയത്തിൻ്റെ ക്ഷണികമായ ആസ്വാദനത്തിനോ ആനന്ദത്തിനോ വേണ്ടി നീ വെച്ചുമാറുന്നതാണോ നിന്റെ ആന്തരികതയുടെ സൗന്ദര്യമായ നിന്റെ നിത്യതയുടെ സ്വഭാവം നിർണയിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന് ഈശോ നമ്മോട് ചോദിക്കുകയും. ഇത് വളരെ ഗൗരവമായി നാം പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന അർത്ഥത്തിലാണ് ഈശോ പറയുന്നത്. നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളുമുള്ളവനായി നിത്യനരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി അല്ലെങ്കിൽ അന്ധനായിട്ട് പോലും നീ സ്വർഗത്തിലേക്ക്, ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് എന്ന് ഈശോ പറയുക. അത്രമാത്രം ജീവിതത്തിൽ ഗൗരവമായി നാം പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി അഥവാ മാനസാന്തരത്തിലേക്കുള്ള ചുവടുമാറ്റം. അതിനിയും അമാന്തിക്കാൻ പാടില്ല, ഇനിയും അതിനെ ലഘുവായിട്ട് പരിഗണിക്കാൻ പാടില്ല, ഇനിയും അതിനെ നിസ്സാരമായി കാണാൻ പാടില്ല. ഇനിയും ഒരു സമയം അവശേഷിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പില്ല. നീ അതിനെ ഗൗരവമായി പരിഗണിക്കണം. അത് നിന്റെ ജീവിതത്തിൻ്റെ നിർണായകമായ ഒരു സംഗതിയാണ്. ഈ ലോകത്തിൻ്റെ പരിമിതമായ സമയത്തിനപ്പുറത്ത് മാറ്റമില്ലാത്ത നിന്റെ അസ്തിത്വത്തിൻ്റെ ഗുണസവിശേഷതകളെ നിർണയിക്കുന്ന ഒരു സംഗതിയാണ് അത് എന്ന് ഈശോ നമ്മുടെ മുമ്പിൽ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയും. സ്നേഹമുള്ളവരെ, ഈ നിത്യതയെ സംബന്ധിക്കുന്ന ഒരു ജാഗരൂകത, ഈ സ്വർഗം സ്വന്തമാക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി, ഈശോയോട് ഐക്യപ്പെട്ട ജീവിതം നയിക്കണം, ഇനിയും ശിക്ഷാവിധിയുടേതായ ഒരു ജീവിതം നയിക്കരുത് അല്ലേ? നമ്മൾ വായിക്കുന്നുണ്ടല്ലോ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നുണ്ട്, ആകയാൽ ഇപ്പോൾ ഈശോ മിശിഹായോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഈശോ മിശിഹായോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമാണ് ശിക്ഷാവിധി ഇല്ലാത്തത്. ഈശോ മിശിഹായോട് ഐക്യപ്പെടാൻ മനസ്സ് കാണിക്കാത്ത എല്ലാവർക്കും ഉള്ളതാണ് ശിക്ഷാവിധി. അത് വെള്ളം ചേർത്തോ വിട്ടുവീഴ്ച ചെയ്തോ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പരിശുദ്ധാത്മാവ് ശ്ലീഹായിലൂടെ നമുക്ക് വ്യക്തമായ മുന്നറിയിപ്പ് തരുകയും അത് എത്ര കൃത്യമായിട്ട് ആ സുവിശേഷത്തിൽ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തിലേക്ക് വന്നു. ആരാ ലോകത്തിലേക്ക് വന്ന പ്രകാശം? ഈശോ മിശിഹായാകുന്ന പ്രകാശം. ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തിലേക്ക് വന്നു. മനുഷ്യൻ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവൻ്റെ പ്രവർത്തികൾ അന്ധകാരം നിറഞ്ഞതായിരുന്നു. ജീവിതത്തിൻ്റെ അധമമായ പ്രവർത്തന ശൈലികളെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ നശ്വരമായ സന്തോഷങ്ങളെ വേണ്ട എന്ന് വെക്കുവാനുള്ള വിമുഖതയുടെ പേരിൽ, ഈ ലോകത്തിന് നശ്വരമായ സന്തോഷങ്ങളും സുഖസൗകര്യങ്ങളും സമ്പന്നതകളും സൽപ്പേരുകളും അംഗീകാരങ്ങളും ഒക്കെ ഉപേക്ഷിക്കാനുള്ള വിമുഖതയുടെ പേരിൽ
ലോകത്തിലേക്ക് വന്ന സ്വർഗത്തിൽ നിന്നിറങ്ങിയ പ്രകാശമായ മിശിഹായെ സ്വന്തമാക്കുവാനും ആ പ്രകാശത്തോട് താതാത്മ്യപ്പെടുവാനും മനസ്സ് കാണിക്കാതെ ഈ ലോകത്തിന് നശ്വരമായ നശ്വരസുഖത്തിൻ്റെ അന്ധകാരത്തിൽ ആവൃതമായിരിക്കുന്നവന് ഈശോയോട് ഐക്യപ്പെടാനോ ശിക്ഷാവിധിയിൽ രക്ഷപ്പെടാനോ സാധിക്കില്ല എന്നുള്ളത് സുവിശേഷത്തിൻ്റെ യഥാർത്ഥമായ പച്ചയായ പ്രബോധനമാണ് എന്ന് സ്നേഹമുള്ളവരെ നാം മനസ്സിലാക്കണം. ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല. ഈശോയോട് ഐക്യപ്പെടുന്നതിലൂടെ മാത്രമാണ് ഈ ശിക്ഷാവിധിയിൽ നിന്ന് എന്നേക്കുമായി മോചനം പ്രാപിക്കുക സാധ്യമാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടി എന്ത് വേദന സഹിക്കുവാനും എന്ത് വില കൊടുക്കുവാനും ഏതൊക്കെ സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നാലും ഈശോയോട് ഐക്യപ്പെടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി സന്തോഷത്തോടു കൂടി അത് നിർവഹിക്കുകയും ചെയ്യണമെന്ന് ഈശോ നമ്മോട് പറയുകയും അതാ ദൈവവചനത്തിലുടനീളമുള്ള ഒരു പ്രബോധനം ഈശോ കൃത്യമായിട്ട് അർത്ഥസംഖ്യയ്ക്കിടയില്ലാതെ അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട്. മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ സമ്പത്തിനെയോ എന്നല്ല, നിന്റെ തന്നെ ജീവനെ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലും എന്നെ സ്വന്തമാക്കണം. സ്വന്തം ജീവനെ വെറുക്കാതെ ഒരുവനും എൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല എന്ന് ഈശോ പറയുകയും സ്വയം പരിത്യജിക്കുകയും കുരിശെടുക്കുകയും ചെയ്യാതെ കുരിശെടുക്കുകയും ചെയ്യാതെ ഒരുവനും എന്നെ അനുഗമിക്കുവാൻ, ഒരുവനും എൻ്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കില്ല എന്ന് ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ത് വേദന സഹിച്ചിട്ടാണെങ്കിലും വേദന സഹിച്ചിട്ട് വില കൊടുത്തിട്ട് തന്നെ സ്വന്തമാക്കേണ്ടതാണ് ഈശോയുമായുള്ള ഈ ഐക്യമെന്ന്. അത് അപ്പസ്തോലന്മാരുടെ പ്രബോധനം കാണുകയും പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിന് 4-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുക. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെയായിരിക്കണം ഈ ലക്ഷ്യത്തിലേക്കുള്ള നിന്റെയും ആയുധം. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവത്തെ ആയുധമാക്കിക്കൊണ്ട് നീ ജീവിക്കണം. എന്താ പറയുന്നത്? എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിൻ്റെതായ അന്ധകാരത്തിൻ്റെതായ അധമമായ സ്വഭാവങ്ങളോടും പ്രവർത്തികളോടും ജീവിതശൈലികളോടും നീ വിട പറഞ്ഞ ഒരു വ്യക്തിയായി മാറുന്നത് നീ ശരീരത്തിൽ വേദനകളും സഹനങ്ങളും ഏറ്റെടുക്കുമ്പോഴാണ്. എങ്ങനെ ഏറ്റെടുക്കുമ്പോൾ? ശരീരത്തിൽ പീഡനമേറ്റ മിശിഹായുടെ മനോഭാവം നിന്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആയുധമാക്കി മാറ്റുമ്പോൾ, നിന്റെ ആത്മീയ ജീവിതത്തിൻ്റെ പോരാട്ടത്തിൽ, നിന്റെ ആത്മീയ ജീവിതത്തിലെ പാപത്തോടും തിന്മയോടും അധമവാസനകളോടുമുള്ള പോരാട്ടത്തിൽ നിന്റെ ആയുധമെന്ന് പറയുന്നത് മിശിഹ എടുത്ത ആയുധമാണ്. ശരീരത്തിൽ പീഡനമേൽക്കുക എന്ന ആയുധമാണ്. കുരിശ് എന്ന ആയുധമാണ്. ഈ കുരിശെന്ന ആയുധം, ശരീരത്തിൽ വേദനയുടെ കാരണമായ കുരിശെന്ന ആയുധം വ്യക്തിപരമായ സ്വകാര്യ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം പാപത്തോട് പടവെട്ടണമെന്ന്. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, പിന്നെയോ ദൈവഹിതത്തിന് ഒത്ത ജീവിക്കുന്നത്. ദൈവഹിതത്തിനൊത്ത് ജീവിക്കുവാൻ, ദൈവത്തോട് ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ, പാപത്തോടും പാപവാസനകളോടും എന്നേക്കുമായി വിട പറയുവാൻ, മാനുഷിക വികാരങ്ങളോടും മാനുഷികമായ അഭിവാഞ്ചകളോടും എന്നേക്കുമായി വേണ്ട എന്ന് വെക്കുവാൻ, എന്നിട്ട് ഈശോയോട് ഐക്യപ്പെടുവാൻ അനിവാര്യമായ ഒരു മനോഭാവം എന്ന് പറയുന്നത്, അനിവാര്യമായ ഒരു രീതി എന്ന് പറയുന്നത് ശരീരത്തിൽ വേദനകളും സഹനങ്ങളും ഏറ്റെടുക്കുക എന്നുള്ളത്. എന്തു വേദന സഹിച്ചിട്ടാണെങ്കിലും, എത്ര വേദന സഹിച്ചിട്ടാണെങ്കിലും, എന്ത് വില കൊടുത്തിട്ടാണ് എങ്കിലും, എന്ത് നഷ്ടപ്പെടുത്തിയിട്ടാണ് എങ്കിലും ജീവിതത്തിൻ്റെ വിശുദ്ധിയെ മുറുകെ പിടിക്കണമെന്നും ആ ജീവിത വിശുദ്ധിയാകുന്ന
നിർവചനങ്ങൾക്കും സാദൃശ്യങ്ങൾക്കും അതീതമായ ആ ആത്മീയ സമ്പന്നതയെ പരമാവധി സ്വരുക്കൂട്ടിക്കൊണ്ട് ആ സമ്പന്നതയിൽ ദൈവരാജ്യത്തിലേക്ക് കടന്നു പോകണമെന്ന്, ദൈവരാജ്യം വില കൊടുത്ത് വാങ്ങുവാൻ നീ പിറക്കിയെടുക്കേണ്ട നാണയത്തുട്ടുകളാണ് നിന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം സാധ്യമാക്കുന്ന നിന്റെ ജീവിത വിളക്കിനെ കിട്ടുപോകാതെ തെളിച്ചു നിർത്തുന്ന എണ്ണയാണ് നിന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന് മനസ്സിലാക്കി വില കൊടുത്ത് വേദന സഹിച്ച് സ്വന്തമാക്കിയ വിശുദ്ധിയോടുകൂടി ഈശോയോട് ഐക്യപ്പെടാൻ, അങ്ങനെ ഈശോയുടെ ദൈവരാജ്യ മൗതിക ശരീരത്തിലെ ഭാഗമായി മാറിക്കൊണ്ട് ദൈവരാജ്യ അനുഭവത്തിൽ എന്നേക്കും വിരാജിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി, വിശുദ്ധി എന്ന കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.